അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ബീഫിൻ്റെ ഹൃദയമാണ്, കൂമ്പ് എന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നല്ല കുരുമുളക് ഇട്ട് വരട്ടി എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുൻപേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കൊഴുപ്പ് നമുക്ക് വേണ്ട, ഇതൊരു ഓവർ കൊഴുപ്പാണ്. നടുവ് പൊളിക്കണം. അതിന് ബ്ലഡൊക്കെ ഉണ്ടാവും, ഉള്ളിൽ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഇല്ല, നല്ലോണം ക്ലീൻ ചെയ്തിട്ട് തന്നാൽ നമുക്ക് കച്ചറയാണ്. ചെറിയ ചെറിയ പീസ് ഇതുപോലെ ആക്കിയാലേ സംഗതി നന്നായിരിക്കുള്ളൂ. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാതെ ഒരു 4-5 തവണ നല്ലപോലെ കഴുകിയെടുക്കുന്ന വരും. ഇത് ബ്ലഡ് ഉണ്ടാവും, അപ്പം ബ്ലഡ് പോണത് വരെ കഴുകിയെടുക്കണം. അപ്പം നമ്മളൊരു 3-4 തവണ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കറി റെഡിയാക്കാൻ തുടങ്ങാം. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു വിടാം. കത്തിപ്പിടിക്കട്ടെ മെല്ലെ. നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഒരു ഉരുളിയാണ്, ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളി ഇഞ്ചി നന്നായി മൂത്ത് വരട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ട് കുറച്ച് ചെറിയുള്ളിയാണ് ശരിക്കും ഇതിന് ടേസ്റ്റ്. ചെറിയുള്ളി ഒന്ന് വഴണ്ട് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാനായിട്ട്. അല്പം പച്ചമുളക്, കുറച്ച് വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മസാല നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ ഹൃദയം വേകുന്നത് പോലെ അതിനും കൂടി ചേർത്തിട്ട് വേണം ഉപ്പിടെ. കുറച്ച് കറിവേപ്പില, കുറച്ച് അധികം കൂടുണ്ട്. നമ്മുടെ അടുത്ത് ആ സാധനം കുറച്ച് കൂടുതലുണ്ട്. നമുക്കൊരല്പം മല്ലിപ്പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് മതി.
ഒരല്പം കാശ്മീരി ചില്ലി. നമ്മളിതിൽ കുരുമുളകാണ് കൂടുതലിടുന്നത്, അപ്പോൾ കുറേശ്ശെ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഒരല്പം കയറ്റിയിടുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയം ഇട്ട് കൊടുക്കാം. ഇതാദ്യം ഒന്ന് ഇതിലൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് കുരുമുളക് ചേർക്കാം. വേവിക്കല്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ ഇതിലിപ്പോൾ വെള്ളം നമ്മൾ ചേർക്കണ്ട, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. ഇതൊന്ന് വെള്ളം വന്നു തുടങ്ങി, നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുരുമുളകാണ് നമ്മളിതിൽ അല്പം കൂടുതൽ ചേർത്ത് പോകണം. ഒരല്പം വെള്ളം ചേർക്കേണ്ടി വരും, ഇതൊന്ന് നന്നായി വെന്ത് കിട്ടാനേ. ഒരു ചെറിയൊരു ഗ്രേവി നമുക്ക് വേണം, കുറച്ച് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറു തീരൊരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഭയങ്കര മണം. കരളേ നിൻ കൈ പിടിച്ചാൽ ഒരു 10 മിനിറ്റ് ഇപ്പം റെഡിയാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവി നമുക്ക് വേണം, എങ്കിലേ പൊറോട്ടിന് കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി സംഭവം. കുറച്ച് കറിവേപ്പില ഇടാം. ഇത് കുറച്ചുകൂടെ വറ്റിച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം, നല്ല മണം ഉണ്ടാവും. അടിപൊളി സംഭവം. നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ കറി എടുത്ത് തട്ടിലേക്ക് മാറ്റാം. എന്താ നമ്മുടെ കറിയിലെ അടിപൊളി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം, അതിനെ എങ്ങനെയുണ്ട് നോക്കാലോ അല്ലേ മോനേട്ടാ? അടിപൊളി സംഭവം, സൂപ്പർ. നല്ല കുരുമുളകിന് നല്ല ഇതില്ലേ. സംഭവം സൂപ്പർ. വേണ്ടത് കഴിച്ചിട്ടുണ്ട്. ഇതാണ് ബീഫിൻ്റെ കൂമ്പ്, ഹൃദയം. കരളൊക്കെ ഉണ്ടാക്കും. ഇത് നമ്മൾ തനിച്ചുണ്ടാക്കണം. ഇതിന് ഒരു ഇതൊന്നുമില്ല, അല്ലേ? നന്നല്ലേ? നമ്മൾ കരളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് കഴിക്കുമ്പോൾ മടുക്കും. പക്ഷെ ഇത് ഒന്നുമില്ല, നമുക്ക് മടുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ തന്നെ സംഭവം തന്നെ അടിപൊളി കേട്ടോ. ടേസ്റ്റ് പിന്നെ പൊറോട്ട, ബീഫിൻ്റെ എന്ത് സാധനത്തിനും കൂടെ കഴിച്ചാൽ അടിപൊളിയാണ്. പൊറോട്ടയ്ക്ക് ബീഫ് തന്നെ വന്നിരിക്കില്ലേ സാധനം. നമ്മൾ ലിവർ പോലെ മാവുമാതിരാവില്ല അത്. ഇത് ടൈറ്റായിട്ട്
ഇറച്ചി കഷ്ണം പോലെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റ്. ഇത് ഉണ്ടാക്കാൻ ശരിക്കും ചുങ്ങി വരും സാധനം ഉണ്ടല്ലോ. നമ്മൾ കുറേ എടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. മോനാട്ടെ എന്ത് പറഞ്ഞാൽ ആദ്യം ഇത് ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ, ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മോനാട്ടെ. ഇപ്പം എങ്ങനെയുണ്ട് മോനാട്ടാ? കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതെ, ഇവർ കഴിച്ചിട്ടില്ല, മോനാട്ടൊന്നും ഈ സാധനം കഴിച്ചിട്ടില്ലേ? സംഭവം തന്നെ അടിപൊളി. അപ്പോൾ കുറച്ച് അധികം ഉണ്ട്, അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. എനിക്ക് മോനാട്ടിന് ചെറിയ പണിയുണ്ട്. ഇത് വേണ്ട, നമുക്കിത്തിരി പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇത് തിന്നു തീർക്കണം. അത്